നമസ്കാരം. ജയശങ്കർ, വള്ളൂനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അനീഷ് രാജ് എന്നാണ് കുട്ടപ്പേര്. 34 വയസ്സ്, 173 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 69 kg വെയിറ്റ്. അനീഴ നക്ഷത്രമാണ്. സ്ലൈറ്റ് ദോഷം എന്ന് പറയുന്നുണ്ട് ജാതകത്തിൽ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിപ്ലോമ ഇൻ ആനിമേഷനാണ്. ഇപ്പോൾ BA പഠിക്കും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ഇന്ത്യൻ ആർമിയിൽ ഹവിൽദാറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലാണ്. അച്ഛൻ എക്സ് ആർമിയാണ്, രാജരാജൻ. അമ്മ ചന്ദ്രിക രാജ്, ഹൗസ് വൈഫ്. മാങ്കുറിശ്ശിയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒരിക്കൽ കൂടെ ഞാൻ അനീഷ് രാജിനെ കുറിച്ച് പറയാം. അനീഷ് രാജ് 34 വയസ്സ്, 173 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 69 kg വെയിറ്റ്. അനീഴം നക്ഷത്രം. സ്ലൈറ്റ് ദോഷം ജാതകത്തിൽ പറയുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ആനിമേഷനാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. പെർസ്യൂയിങ് BA പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ആർമിയിൽ ഹവിൽദാറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ രാജരാജൻ, എക്സ് ആർമി. അമ്മ ചന്ദ്രിക രാജ്, ഹൗസ് വൈഫാണ്. മാങ്കുറിശ്ശി എന്ന് പാലക്കാട് മാങ്കുറിശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പട്ടാളക്കാരെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈല് വളരെയധികം ഉചിതമാണ് അവർക്ക്. നല്ല ഒരു, നമ്മൾ പറയില്ല, നാട്ടിൽ പറയില്ല, ഒരു ഒതുങ്ങിയ ഫാമിലി, ഒരു ചെറിയ ഫാമിലി, അച്ഛൻ, അമ്മ, മകൻ. അപ്പോൾ ഇതാണ് അനീഷ് രാജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. വീട്ടിൽ വിവാഹപ്രായമെത്തിയ കുട്ടികളുണ്ടെങ്കിൽ വിവാഹം നോക്കാം എന്നുള്ളൊരു തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ആർക്കാണോ വിവാഹം ആ കുട്ടിയുമായിട്ട് നല്ല ഒരു ഡിസ്കഷൻ വയ്ക്കുക. എന്താണ് ഈ നല്ല ഡിസ്കഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളും ഈ കല്യാണം വേണം എന്ന് പറയുന്ന കുട്ടിക്ക് പറയാനുണ്ടാകും. ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന സ്ഥലത്ത് ജോബായാൽ നന്നായി, ഹൈറ്റ് ഇത്ര വേണം, വെയിറ്റ് ഒക്കെ ഏകദേശമൊക്കെ ഒരു ധാരണ. അതായത് 100% ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കഴിയാവുന്നത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അച്ഛനമ്മമാർ. അതിനുശേഷം നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ തറവാട്ടിലെ ദൈവിക സാന്നിധ്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക നന്നായിട്ട്. അടുത്തത് നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കലാണ്. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ജാതകത്തിൻ്റെ കാര്യങ്ങൾ കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. വായിക്കുന്ന ആൾക്ക് ഒരു പേടി തോന്നുന്ന രൂപത്തിൽ എഴുതരുത്. എന്താണ് ഈ പേടി തോന്നുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, ചൊവ്വാദോഷം, പിന്നെ ചിലർ എഴുതും 2.5 ദോഷം, 3.5 ദോഷം, 4.5 ദോഷം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഈ വായിക്കുന്ന ആൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലെങ്കിൽ ആകെ പേടിച്ചു പോകും. അയ്യോ, ഇതെന്താണ് ഇത്രമാത്രം ദോഷം, അതുകൊണ്ട് അത് നമുക്ക് നോക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകും. കഴിയാവുന്നത്ര കുറച്ച് കാര്യങ്ങൾ ജാതകത്തിനെ പറ്റിയിട്ട് എഴുതുക. അടുത്തത് പഠിപ്പ്, എഡ്യൂക്കേഷൻ. എന്താണോ എഡ്യൂക്കേഷൻ ചില അത് കൃത്യമായിട്ട് എഴുതുക. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ്സായത് അത് എഴുതുക. ഇപ്പോൾ സ്കൂളൊക്കെ നല്ല സ്കൂളുകളും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ പേര്, 12th വരെ ഏത് സ്കൂളിലായിരുന്നു, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഏത് കോളേജിലായിരുന്നു, അല്ലെങ്കിൽ
പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് കോളേജിലാണ്, ഈ പഠിപ്പ് എല്ലാ ഡീറ്റെയിൽ, സബ്ജക്റ്റ്, ഈ കോളേജിൻ്റെ പേര്, യൂണിവേഴ്സിറ്റി വെച്ച യൂണിവേഴ്സിറ്റി, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രൊഫൈലാണ്, വായിച്ചു കഴിഞ്ഞാൽ കൃത്യത ഉണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അടുത്തത് ജോലിക്കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണോ ജോലി ചെയ്യുന്നത് വെച്ചാൽ ആ ജോലി സ്ഥലം, ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ കമ്പനിയുടെ പേര്, അവിടുത്തെ ഡെസിഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എഴുതുക. എത്ര രൂപ ശമ്പളം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് CTC എന്ന് പറയുന്ന സംഭവമാണ് എഴുതേണ്ടത്, കോസ്റ്റ് ടു കമ്പനി. ഈവൻ കോസ്റ്റ് കമ്പനിക്കാരുടെ അപ്പുറം ചിലപ്പോൾ ചിലർക്ക് ഇൻസെൻറ്റീവും ബോണസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കാട്ടണം. ഇപ്പോൾ ഫോറിൻ കമ്പനികളിലൊക്കെ ആണെങ്കിൽ പല കുട്ടികൾക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മളുടെ ഒരു സാലറിയുടെ പാർട്ടാണ്. അത് കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കണം. ആ എമൗണ്ട്, കാര്യങ്ങൾ, താമസ സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതണം. ഇതെല്ലാം വൃത്തിയായിട്ട് എഴുതി ജനത്തിന് വായിക്കുന്ന സമയത്ത് നല്ല കൃത്യത വരുത്തണം. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രൊഫൈലാണ് എന്നുള്ളൊരു തോന്നൽ വരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ നല്ലൊരു മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലം കൊണ്ട് ഒരു 2-3 പേരെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുന്ന മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കുക അവരോട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, എത്ര രൂപയാണ് കല്യാണ സമയത്ത് നിങ്ങൾ വാങ്ങിക്കുക, രജിസ്ട്രേഷൻ സമയത്ത് എത്രയാണ്, എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ മനസ്സിലാക്കുക. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പ്രൊഫൈലുകൾ വരാൻ തുടങ്ങും, അല്ലെങ്കിൽ കിട്ടാൻ തുടങ്ങും. ആ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അനുയോജ്യമായ പ്രൊഫൈലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പാർട്ടികളുമായിട്ട് സംസാരിക്കുക. അത് സംസാരിക്കുന്ന സമയത്ത് 2 പേർക്കും ഇഷ്ടപ്പെട്ടു, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫോട്ടോ ഒക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പ്രൊഫൈൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, എഡ്യൂക്കേഷൻ ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്ക് ഫാമിലിയൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജ്യോതിഷം നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് നോക്കുക. ജ്യോതിഷം നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു പണിക്കർ നോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അതിനെ നോ എന്ന് പറയരുത്. 3, 4, 5 പണിക്കരുടെ അടുത്തെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു പണിക്കർ നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. കള്ളത്തരം കാട്ടണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഇന്നത്തെ ഒരു കാലമാകുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു പണിക്കർ പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടിട്ട് നോ എന്ന് പറയണ്ട. തീർച്ചയായിട്ടും 4, 5 പണിക്കരടുത്ത് പോവുക. ഏതെങ്കിലും ഒരു പണിക്കർ നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അപ്പം ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, മറ്റു പണിക്കർ ഇങ്ങനെയുള്ളോ പറഞ്ഞ്, അയാൾ ഇങ്ങനെയുള്ളോ പറഞ്ഞ്, ഇയാൾ ഇങ്ങനെയാണ്, അതൊന്നും നോക്കണ്ട. ജാതകത്തിൽ റിസർച്ച് നടത്തലല്ല നമ്മളുടെ ആവശ്യം, നമുക്ക് കല്യാണം നടക്കലാണ് നമ്മുടെ ആവശ്യം. അത് ഭംഗിയായിട്ട് തന്നെ നടക്കണം, മംഗളമായിട്ട് നടക്കണം. അതിനുശേഷം ജാതകവും ഓക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. ആൺകുട്ടിയുടെ നമ്പർ പെൺകുട്ടിക്ക്, പെൺകുട്ടിയുടെ നമ്പർ ആൺകുട്ടിക്ക്, അത് കൊടുക്കുക. അവർ തമ്മിൽ സംസാരിക്കട്ടെ. നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ, EMI എത്ര ഉണ്ട് എന്നൊക്കെ കഴിയാവുന്നത്ര അന്വേഷിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം അന്വേഷിച്ച് നിങ്ങൾ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെണ്ണ് കാണൽ ചടങ്ങിന് പോകണം. പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഒരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. പുറത്ത് വെച്ച് കാണുക, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ സംസാരിക്കുക. അതിനുശേഷം പെണ്ണ് കാണൽ ചടങ്ങിന് പോയി ഒരു ചടങ്ങ് മാത്രമായി പരിചയപ്പെട്ട്, മറ്റുള്ളവരെല്ലാവരും പരിചയപ്പെട്ട് ഇങ്ങോട്ട് പോരുക. ബാക്കി കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് അങ്ങ് നടക്കും. എല്ലാം നന്നായിട്ട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്നുള്ളിൽ വെച്ച് പുറത്തേക്ക് വേറൊന്നും പറയരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക. ഇനി അഥവാ അവരൊന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുക. കൃത്യമായിട്ട് ഇതെല്ലാം പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ കുട്ടികളുടെ ദാമ്പത്യ ബന്ധം വളരെ നാൾ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു. മറ്റേത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിവോഴ്സിക്കൊക്കെ പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്.
നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഫാമിലിക്കകത്ത് അച്ഛൻ അമ്മമാർ റിട്ടയർഡ് ലൈഫും വളരെ കംഫർട്ട് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാഴ്ച കാണുന്നുണ്ട്. മറ്റേത് ഭയങ്കര ടെൻഷനായിരിക്കും, മക്കൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ കഴിയാവുന്നത്ര ഭംഗിയായിട്ട് തന്നെ പോകട്ടെ, എല്ലാം മംഗളമായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയ്ശങ്കർ, വള്ളുവനാട് മാട്രിമോണിയിൽ.